മുഖ്യമന്ത്രി വേദിയിലൊരുത്തി രൂക്ഷ വിമർശനവുമായി എം.ടി. വാസുദേവൻ നായർ. ആൾക്കൂട്ടത്തെ പെട്ടെന്ന് പടയാളികളും ആരാധകരുമാക്കാം. അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു എം.ടിയുടെ എഴുതി തയ്യാറാക്കിയുള്ള രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അമാനുഷിക ശക്തിയുള്ള വ്യക്തിയായി ചിത്രീകരിച്ച് വീഡിയോ ഗാനം പുറത്തുവരികയും അതിനെ ന്യായീകരിച്ച് ഇ.പി. ജയരാജൻ അടക്കമുള്ള ഇടതു നേതാക്കൾ രംഗത്തെത്തിയതുമായ സാഹചര്യത്തിലാണ് എം.ടിയുടെ വിമർശനം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കിയാണ് മുഖ്യപ്രഭാഷകനായ എം.ടി എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗത്തിലൂടെ തുറന്നടിച്ചത്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനുമില്ല. ആൾക്കൂട്ടത്തെ പെട്ടെന്ന് ആരാധകരും പടയാളികളുമാക്കാമെന്നും എം.ടി പറഞ്ഞു. നവകേരള സദസ്സിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ അക്രമത്തെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച സാഹചര്യത്തിൽ എം.ടിയുടെ ഈ വിമർശനം ശ്രദ്ധേയമാകുന്നുണ്ട്. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ, അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പെട്ടെന്ന് നമ്മൾ കുഴിവെട്ടി മൂടി. ഈ ആൾക്കൂട്ടങ്ങളെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളും ആക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത് നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകം പേരും എന്ന സങ്കല്പത്തെ മാറ്റാനുള്ള ശ്രമമാണ് പണ്ട് EMS നടത്തിയത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിൽ അദ്ദേഹത്തെ കാണാതിരുന്നത് അതുകൊണ്ടാണെന്നും എം.ടി പറഞ്ഞു. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്ന് ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട്. ജനം, കോഴിക്കോട്.